എനിക്ക് ഈ ബോയ് ഫ്രണ്ട് എന്നുള്ള വേർഡ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുക. നിന്റെ ഭാഷയിൽ പറഞ്ഞ ചെറുക്കൻ. ഇപ്പൊ നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ നിന്റെ കള്ളച്ചെറുക്കനല്ലേ? ആയിക്കോട്ടെ, ഞാൻ ഫോൺ വെക്കുവാണേ. വെച്ചിട്ട് പോയത് എന്താ ലാൻഡ് ലൈൻ ആണോ? ഒന്നിങ്ങോട്ടൊന്ന് നോക്കിയേ. മനസ്സിലായില്ല. അയ്യോ, എന്റെ കയ്യിൽ ഫോണില്ല അല്ലേ? I love you. എനിക്ക് നാണം വരുന്നു. ഇവൾക്ക് എന്നെക്കാളും ജാസ്തി നാണോ? കഴുതക്കുട്ടി. എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? സുഹാസിനി, ലൈറ്റെങ്കിലും ഒന്ന് ഓൺ ചെയ്യ. മൊത്തം ഇരുട്ടല്ലേ? എന്നുവെച്ചാ ഇൻഡയറക്റ്റ് ആയി ഞാൻ എന്തിനെയോ ഭയപ്പെടുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എല്ലാവരും നിന്നെ ഭയന്ന് ജീവിക്കണമെന്നാണല്ലോ നിന്റെ ആഗ്രഹം. എന്നിൽ ഉണ്ടാകുന്ന ഭയത്തിനും നിങ്ങൾ ഈ പറയുന്ന ഭയത്തിനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആവശ്യമില്ലാത്തടത്ത് തലയിടുന്ന പണിക്ക് പോകാൻ നിൽക്കരുത്. എനിക്കത് തീരെ ഇഷ്ടമല്ല. റൂമിൽ ആരും ഇല്ലെന്ന് ഓർത്താ ഞാൻ കയറി വന്നേ. നീ ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന കാര്യം എനിക്ക് അറിയാൻ പോലും പാടില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ ലൈറ്റിനൊന്നും ഒരു കുറവില്ലല്ലോ. ഈ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാനുള്ള പരിപാടി എപ്പോ തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് അറിയത്തേയില്ലായിരുന്നു. ലൈഫിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോ ഈ റൂമിൽ മാത്രമല്ല, ഈ വീട് മുഴുവൻ ഞാൻ ലൈറ്റ്സ് തെളിയിച്ചിരിക്കും. അതും 24 hours. നിന്നോട് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഞാൻ നിന്നോട് പറയാ സുഹാസിനി, ഇത്തരത്തിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നല്ലതിനല്ല. ഞാനെപ്പോഴും എനിക്ക് നല്ലത് വരുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നല്ലതല്ല. നിന്റെ നന്മയ്ക്കും നമ്മുടെ വീടിന്റെ നന്മയ്ക്കും വേണ്ടി ഞാൻ പറയാ, ധ്രുവയുടെ അടുത്ത് പോയി തെറ്റായി പോയെന്നും ഇനി മുതൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും നമ്മുടെ കൂടെ വരണമെന്നും പറഞ്ഞ് നീ പോയി കൂട്ടിക്കൊണ്ടുവാ. അപ്പോ എല്ലാം ശരിയായിക്കോളും. ഇപ്പൊ നിന്റെ ഈ മനസ്സിലുള്ള ദുർചിന്തയൊക്കെ അതൊക്കെ അങ്ങ് മാറ്റിവെക്കേ. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മറക്കില്ല. അങ്ങനെ അങ്ങ് മറക്കാൻ എനിക്ക് കഴിയുകയില്ല. എനിക്ക് ഇന്റിമസി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടി ആരും കഷ്ടപ്പെടുകയും വേണ്ട. അത്രയ്ക്ക് വാക് സാമർഥ്യം ഉണ്ടെങ്കിലേ വേറെ ആരെയെങ്കിലും പോയി പഠിപ്പിക്കുക. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞേ. ഹലോ ഹലോ, ശ്രീധർ മധുസൂദനല്ലേ? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ നിന്റെ കാലനാ സംസാരിക്കുന്നേ.
ഞാൻ നിന്റെ പാസ്റ്റ് ലൈഫ് എങ്ങനെ അറിഞ്ഞു എന്നറിഞ്ഞിട്ടാണോ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, നിങ്ങൾ ഏതവനായാലും നിന്റെ വിധി എങ്ങനെയാണോ അതിനനുസരിച്ച് നിനക്ക് എന്താണെന്ന് വെച്ചാൽ ബിൽഡപ്പ് ചെയ്യാം. അവന് വേണ്ടുന്ന സ്ഥലത്ത് വേണ്ട കടങ്ങളെല്ലാം എഴുതി വെക്കാം. എന്നാൽ ഇതിഹാസങ്ങളിൽ മാത്രം നടന്നത് ഒരക്ഷരം പോലും മാറ്റാൻ സാധ്യമല്ല, ഒരിക്കലുമല്ല. വേണ്ടാത്ത കാര്യങ്ങളെ മുറിച്ചു കളയാൻ എങ്ങാനും ധൈര്യം കാണിച്ചാൽ അവസാനം നീ അരിഞ്ഞു കളഞ്ഞതെന്തോ അത് അവിടെ തന്നെ ഉണ്ടാകും. ഹലോ മിസ്റ്റർ, ഹൂ ദ ഹെൽ ആർ യു? ഒരുപാടങ്ങ് ഉണ്ടാക്കാൻ വരല്ലേ. ഇന്നത്തേക്ക് നിനക്ക് ഇത് തന്നെ ഓവർഡോസ് ആയിട്ടുണ്ടോ? സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഹലോ. അതെ, എന്ത് ഹലോ? ഇവിടെ നിനക്ക് ചോദിക്കാനും പറയാനോ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അതെ ചേട്ടാ, ഞാൻ വാതിലിന്റെ അടുക്ക തന്നെ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. നിങ്ങളത് കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു. അല്ല മോളെ, അപ്പൊ നിങ്ങൾ രണ്ടാളും എന്നെ കാത്തു നിൽക്കുകയായിരുന്നോ? അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇന്ന് എല്ലാ കാര്യവും ക്ലിയർ ആക്കിയേ പറ്റൂ. എന്ത് ക്ലിയർ ആക്കണമെന്ന്? ഇത്രയും ദിവസം നീ ഇവിടെ കാണിച്ചു കൂട്ടിയെ ഞങ്ങൾ കണ്ടിരുന്നു. സോ ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം തന്നെ പറ്റൂ. ശരി, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കേ. ആരതി, നീ ചോദിക്കേ. കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ചോദിക്കേ. ഇറ്റ്സ് ഓക്കെ ആരതി, നീ ചോദിക്കേ. പ്രശ്നമില്ല ചേച്ചി, ചേച്ചി ചോദിക്കേ. അയ്യോ, ആരെങ്കിലും ഒരാൾ ചോദിക്കേ. ശരി ചേട്ടാ, ഞാൻ തന്നെ ചോദിക്കാം. ചേട്ടന് കല്യാണം കഴിക്കാൻ യാതൊരു പ്ലാനും ഇല്ലേ? പറയേട്ടാ, അതിനെക്കുറിച്ച് ചേട്ടൻ ചിന്തിക്കുന്ന പോലുമില്ലേ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത്? ഞാനിതിന്റെ ആൻസർ മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇതിലിനിപ്പോ ക്ലിയർ ചെയ്യാൻ എന്താ ഉള്ളേ? പഴയ കഥയൊന്നും വേണ്ട ചേട്ടാ. ഒരു പ്രാവശ്യം നീ ഡ്രാമയാണെന്ന് പറഞ്ഞു, അടുത്ത തവണ വെച്ചപ്പോ നീ വേറെന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉള്ള അവസ്ഥയിൽ നിന്റെ പ്ലാൻ എന്താന്ന് മാത്രം പറ. ഞാൻ മുമ്പ് എന്താണോ പറഞ്ഞത് അത് തന്നെ പറയാനുള്ളൂ. എനിക്ക് കല്യാണ കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇൻഫാക്ട് എനിക്ക് വേറെ പെൺകുട്ടികളുടെ കൂടെ ഒന്നും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ പറയുന്ന സ്റ്റോറി ഒന്നും കേൾക്കാൻ ഞങ്ങക്ക് ടൈമില്ല. അമ്മ എവിടെ? അയ്യോ, വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ആ പിസയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി അടുത്ത വീട്ടിലെ ജലജയുടെ അടുത്തേക്ക് പോയിരിക്കുക. ഓ അങ്ങനെയോ? അമ്മ പഴയ ഫോമി വന്നെന്ന് തോന്നുന്നു. പഴയ കാറ്ററിംഗ് ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാ. ആ, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. അതെ, അമ്മ എന്തേ കാണാനില്ലല്ലോ? അവക്കെന്തോ ഭക്ഷണം വേണ്ടാന്ന് റൂമിലുണ്ട്. അതെയോ? എന്താ സുഖമില്ലേ? ഒരസുഖവും ഇല്ല. ഇന്നലെ തൊട്ടെന്തോ വട്ടുപോലെ കാണിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത പോലെ ഓവർ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. മതി മതി. ഇനിയും കുറച്ചുകൂടെ വേണം ബേട്ടെ. ഇത് തന്നെയല്ലേ? വേണോ? മതി, വേണ്ട. ഹായ് അതിഥി. വാണി, നീ എന്താ ഈ സമയത്ത്? എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കയ്യിലെന്തോ പിടിച്ചോണ്ട് വന്നാണല്ലോ. എന്തെങ്കിലും ജോലി ഉണ്ടാവില്ലേ? പ്രശ്നമൊന്നുമില്ല അങ്കിൾ. അമ്മ സേമിയ പായസം ഉണ്ടാക്കി തന്നു. നിങ്ങക്ക് തന്നിട്ട് പോവാന്ന് കരുതി വന്നതാ. ഇവക്കെന്തോ ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു ഇളക്കം ഉണ്ടല്ലോ. എന്തായാലും നല്ല ഓവർ ആവുന്നുണ്ട്. ഓ അങ്ങനെയോ? കൊള്ളാം മോളെ. ഞങ്ങളിപ്പോ ഉണ്ണ ആരംഭിച്ചിട്ടുള്ളൂ.
ഊണിന്റെ ഒപ്പം പായസം നന്നായിരിക്കും. ആ, നീ എനിക്ക് ഊണ് കഴിച്ചിട്ട് പോവാമോളെ. നല്ല ചാൻസ് തന്നല്ലോ അങ്കിൾ. താങ്ക് യു. അതിഥി വാങ്ങിക്കും മോളെ. കുഴപ്പമില്ല അങ്കിൾ, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. പോയി തിന്നു ചാവ്. അയ്യോ, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാ? ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് ഊണ് കഴിച്ചാൽ ആരും ഒന്നും പറയില്ല. അച്ഛൻ എഴുതിയിൽ പെട്രോൾ ഒഴിക്കുകയാണല്ലോ. ശരി അങ്കിൾ, ഞാൻ കഴിച്ചോളാം. അവിടെ ചെയറിന്റെ എടുക്ക. അച്ഛാ പോട്ടെ, ഫീഡന്റെ മോളെ, നല്ല കുട്ടിയല്ലേ. നിങ്ങളെ കാണാൻ സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ. എന്താ ഡെയിലി ഡയറ്റ് ഉണ്ടോ? ഇല്ല, വയർ നിറയെ നന്നായി കഴിക്കും. പരിചയമില്ലാത്ത ചെറുക്കന്റെ അടുത്തിരുന്ന് ഇവൾ എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു? നല്ല തല്ല് കിട്ടാത്തതിന്റെയാ. അച്ഛാ, പാത്രത്തിൽ എത്ര ചോറുണ്ടെന്ന് നോക്കില്ല, എല്ലാരും ഉണ്ണാൻ വിളിച്ചോളും. അയ്യോ, എന്ത് വിചാരിക്കും? അവൾ എന്റെ ഫ്രണ്ടാ. അവളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളൊന്ന് മിണ്ടായിരുന്നാ മതി. വാണി, ഇത് പിടിക്ക്. ലേറ്റ് ആയി, നീ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്റെ അമ്മ റോഡ് നിർത്തി എന്നെ പോരിക്കും. കുഴപ്പമില്ല അതിഥി, ഞാൻ അമ്മയോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തോളാം. വഴക്ക് കേൾക്കുന്നത് ഞാനാ. നീ പറയുന്ന ഒന്നും നിന്റെ അമ്മ വിശ്വസിക്കത്തില്ലെന്ന് നിനക്ക് അറിയില്ലേ? ചുമ്മാ എന്നെ വഴക്ക് കേൾപ്പിക്കണ്ട, നീ പോയേ. ശരി, ഞാനെന്നാ നാളെ വരാം. ബൈ അതിഥി. വാണി, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നീ എന്തിനിങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്നേ? ഈ കാര്യത്തിലെല്ലാം നീ കുട്ടിയാ, നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഞാനിവിടെ വന്നത് തന്നെ കണ്ണേട്ടനെ ഇംപ്രസ് ചെയ്യാനാ. ഐ തിങ്ക് ഐ ലവ് ഹിം. നീ ആരെയൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? വാട്ട്? ലവ്വോ? അതും എനിക്കോ? ചേച്ചേ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? അതങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി. ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെന്നൊക്കെ കണ്ടാ എങ്ങനെ മനസ്സിലാവും? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാ, ഞങ്ങളും പ്രേമിച്ചു തന്നെയല്ലേ കിട്ടിയത്. അതുകൊണ്ടാ പറഞ്ഞ, ലവ് ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ചേട്ടന്റെ ബിഹേവിയറിൽ നിന്നും എക്സ്പ്രഷനിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ ആരുമായിട്ട് ഇഷ്ടത്തിലാണെന്ന്. നോ, അങ്ങനെ ഒന്നുമില്ല മോളെ. ഇനിയും എത്ര കള്ളം പറയും ചേട്ടാ? കള്ളമൊന്നുമല്ല, അധ്യായ സത്യവാ. അങ്ങനെയാണെങ്കിൽ സാഹിത്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ അന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയത് എന്തിനാ? ആ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് എന്തിനായിരുന്നു? ഇമ്പോർട്ടന്റ് ജോലി എന്ന് വെച്ചാ അത് ലവ് എന്നാണോ ആദ്യ അർത്ഥം? അന്നെനിക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ്സ് പേഴ്സണൽ. ഏയ് പോ ചേട്ടാ, വെറുതെ എന്തൊക്കെയോ പറയുന്നു. ശരി, നിനക്ക് ആരോട് ലവ് ഇല്ല അല്ലേ? എന്റെ തലേ തൊട്ട് സത്യം ചെയ്യും. എന്തൊക്കെ ഇത് മോളെ? എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്ക് അറിയുന്നല്ലേ? ഇനി പറ്റില്ല ആരുതി, ഇവരോട് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഐ ലവ് യു കള്ളച്ചെറുക്ക. ഇപ്പോഴല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ മിസ്സിസ് വേദാന്ത് മേനോൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഈ മിസ്സിസ് വേദാന്ത് മേനോൻ എന്നുള്ള പേര് ശരിക്കും കൊള്ളാല്ലേ? ലവ് ബേർഡ്സിന് ഫോണിൽ സംസാരിക്കലല്ലാതെ വേറെ ഒരു പണിയും കാണില്ല. ചുമ്മാ ഫോണിൽ പ്രേമിച്ച് നടക്കുന്നവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലും ഫോണുണ്ട്, അവന്റെ കയ്യിലും ഫോണുണ്ട്, എന്നിട്ടും എന്താ ഇവൻ വിളിക്കാത്തെ?
ഇതെന്താ വേദാന്തേ ഫോൺ നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ടല്ലോ? ആരുടെ ഫോണാ മോനെ? മുത്തശ്ശി ഇത് ഓഫീസിൽ നിന്നുള്ള ഫോണാ. ആ പിന്നെ റിസീവ് ചെയ്ത് സംസാരിക്കടാ. ഒരിക്കലും ഫോൺ കണ്ടിട്ടില്ലാത്തവരെ പോലെ നോക്കിയിരിക്കുവാണോടാ മണ്ട? അയ്യോ എന്താണോ എന്തോ. അയ്യയ്യോ. ഗുരുവായൂരപ്പ തൽക്കാലം രക്ഷപ്പെട്ടു. ഹലോ. ഫോൺ എടുക്കില്ലെന്നാ ഞാൻ വിചാരിച്ചേ. എന്തായാലും ഫോൺ എടുത്തല്ലോ എന്റെ കള്ള ചെറുക്ക്. ഹലോ. എന്റെ കോൾ എന്തായാലും എടുക്കില്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഞാനിപ്പോ കോൾ എടുത്തില്ലെങ്കിൽ നീ എനിക്ക് സ്വൈരം തരില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നതല്ലേ. അത് ഒഴിവാക്കാനാണ് ഞാൻ കോൾ എടുത്തത്. അല്ലാതെ എനിക്ക് നാണായിട്ടൊന്നുമല്ല. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇതെന്താ നിനക്ക് ഇത്ര നാണം? നിനക്ക് നാണമൊക്കെ വരുവോ? നാണവോ? അതും എനിക്കോ? നോട്ട് അറ്റ് ഓൾ. പിന്നെന്തിനാ നീ എന്റെ എന്ന് പറഞ്ഞങ്ങ് നിർത്തിയത്? അത് വിട്ടേക്ക്. ഞാനൊരു പ്രാവശ്യം കൈപിടിച്ച പിന്നെ വിടില്ല ഡിയർ. പറഞ്ഞത് പകുതിയിൽ നിർത്താതെ അതെന്താണെന്ന് മുഴുവനായിട്ട് പറയാൻ നോക്ക്. പ്രേമിക്കുമ്പോ തൊട്ടാവാടി പോലെ. കാണുന്ന സ്ട്രെങ്ത് ഒന്നും അടുക്കുമ്പോ ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് തന്നെയാണല്ലോ ഇവൻ പറയുന്നേ. ഹലോ. ഹലോ. നീ ചത്തോ അതോ ജീവനോടെ ഉണ്ടോ? ഞാനേ കുറെ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചാവില്ല. അല്ല, നിങ്ങൾക്ക് കുറച്ചുപോലും പേടിയില്ല എന്റെ കോൾ എടുക്കാനായിട്ട്? നീ ഇപ്പൊ വേദാന്ത് മേനോനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം മറക്കണ്ട. ഞാൻ ആരെയും പേടിക്കില്ല. ഈ പറഞ്ഞതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ഞാൻ നിങ്ങളുടെ തൊട്ടാവാടിയല്ലേ, കുറച്ചങ്ങ് സഹിച്ചോ. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ ഒന്ന് വിളിക്കണമെന്ന് പോലും നിനക്ക് തോന്നിയില്ലേ? അത് ഞാൻ ഇപ്പോഴാ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. റൂമിലെത്തിയിട്ട് നിന്നെ വിളിക്കാന്ന് വിചാരിച്ചതാ. അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. ഇതെന്തൊരു കഷ്ടം. അവനെന്തോ സ്വീറ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അതൊക്കെ കേൾക്കുകയും ചെയ്തു. ഇതിനാണോ പഞ്ചാരടി എന്ന് പറയുന്നത്? അല്ല, സംസാരിക്കാൻ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഹലോ. ഹലോ. നീ പിന്നെ ചത്തുപോയോടി? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണ്ട. ഞാൻ ചാവുവാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ബോറടിക്കില്ലേ? എനിക്കും അങ്ങനെ തന്നെ. നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. പണ്ടൊന്നും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നിനക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നതാണല്ലോ. അപ്പൊ നീ പറയുന്നത് ഇതൊക്കെ ലവിന്റെ എഫക്റ്റ് ആണെന്നാണോ? നോനോ, ഇത് നിന്റെ എഫക്റ്റാ. ഞാൻ നിന്നെ കയറി പ്രേമിച്ചോണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത്. നീ ഒരു തരത്തില് സ്വീറ്റ് ആയിട്ടുള്ള റാസ്കല. പിന്നെന്താ? എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. ഇനി ഞാൻ ഇവളോട് എന്ത് സംസാരിക്കണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ. നിന്റെ അടുത്ത് ആരും തോക്കം പിടിച്ച് നിൽക്കുന്ന പോലെ നീ എന്തിനാ പേടിച്ച് സംസാരിക്കുന്നേ? ഇപ്പോഴല്ലേ പറഞ്ഞത് എനിക്കങ്ങനെ പേടിയൊന്നുമില്ലെന്ന്. ഓഫ് കോഴ്സ്, എപ്പോഴും ഞാൻ അതിനെ പറയുള്ളൂ. എനിക്കാരെയും പേടിയൊന്നുമില്ല. അത് തൊണ്ടയിൽ കുറച്ച് കിച്ച് ആദ്യം പോയി കൊറോണ ടെസ്റ്റ് ചെയ്യും. തൊണ്ടയിൽ കിച്ച് കൊറോണയുടെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. നിന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനത്തെ ചളി കോമഡീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അല്ലേ? ശരി, നാളെയെങ്കിലും നീ ഓഫീസിലേക്ക് വരില്ലേ? ഞാൻ വരാം. പക്ഷെ നമ്മൾ രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട്
പുതിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടും ഇനി അവിടെ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോ ഡൗട്ട് വരുമെന്നാ എന്റെ. അപ്പൊ ഞാൻ നാളെ കാറും എടുത്ത് നിന്റെ വീട്ടിലേക്ക് വരണമെന്നാണോ? നീ മേലെ ജനലിന്റെ അവിടെ നിൽക്കില്ലേ? ഒരു മിനിറ്റ്. ഞാൻ റൂമിൽ പോയിട്ട് സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. ശ്രീധർ മധുസൂദൻ എന്ന പേര് ഞാൻ എന്നേ മറന്നുപോയിരിക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പേരോർത്തിരിക്കുന്നത് ആരാണ്? ആരായിരുന്നാലും അയാള് ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ യമനാണെന്നല്ലേ അവൻ പറഞ്ഞത്. അവന്റെ ഉദ്ദേശം എന്തായിരിക്കും?